വരണേ. ചേട്ടനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ? ഞാൻ കുളനട ഓട്ടോ ഓടിക്കുന്നു. പിന്നെ കുളനട ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് കടലിക്കുന്ന് വാർഡിലെ മെമ്പറാണ്. BJP. കണ്ട് നല്ല പരിചയമുണ്ട്. അതെ, അങ്ങനെ. രാവിലെ 7 മുതൽ രാത്രി 11 വരെ ഒരേ ഓട്ടമാണ്. ഇടയ്ക്ക് നാട്ടുകാർക്ക് വേണ്ടിയും ഓടും. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ സ്റ്റാൻഡിലാണ് ഉണ്ടാവുക. അത്യാവശ്യമെങ്കിൽ മാത്രം അവിടെ കയറും. ഓട്ടോ സവാരി തന്നെ മുഖ്യം. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആവുന്നതുകൊണ്ട് രാവിലെ ആളുകളൊക്കെ വിളിക്കത്തില്ലേ? അതെ, ഫോണിൽ വിളിക്കും. അതിനിടയ്ക്ക് ഓട്ടവും രണ്ടും കൂടെ നടക്കുമോ? രണ്ടും കൂടെ തീർച്ചയായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ആൾക്കാർക്ക് അറിയാമല്ലോ, നമ്മൾ ഓട്ടോ റിക്ഷ ഡ്രൈവർ ആയതിനു ശേഷമാണ് പഞ്ചായത്ത് മെമ്പറായത്. മകൻ തൃശ്ശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. മകൾ സ്കൂളിൽ. ഇരുവരുടെയും വിദ്യാഭ്യാസ ചെലവ് ഏറി വരികയാണ്. കൂടാതെ വീട്ടുചെലവുകളും. അപ്പോൾ പിന്നെ സന്തോഷിന് നിർത്താതെ ഓടിയേ മതിയാകും. 13 വർഷങ്ങൾക്ക് മുൻപ് ഇടതിൻ്റെ സിറ്റിംഗ് വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്താണ് രാഷ്ട്രീയ രംഗത്തേക്കുള്ള കാൽവെപ്പ്. BJPയുടെ സിറ്റിംഗ് വാർഡിൽ നിന്നാണോ വിജയിച്ചത്? അല്ല, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് വാർഡായിരുന്നു. അത് കഴിഞ്ഞ് 2-ാം വട്ടം ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ സിറ്റിംഗ് വാർഡിൽ നിന്ന് ജയിച്ചു. 3-ാമത് പിന്നെ BJPയുടെ സിറ്റിംഗ് വാർഡിൽ നിന്ന് ജയിച്ചു. ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പാണല്ലോ, വീണ്ടും മത്സരിക്കുന്നുണ്ടോ? മത്സരിക്കാൻ താല്പര്യമില്ല. എന്ത് പറ്റി? അത് രാഷ്ട്രീയം മൊത്തത്തിലൊരു മതപതനത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ജനങ്ങൾ അതുപോലെ നല്ല കാര്യങ്ങൾക്ക് പ്രതികരണശേഷിയില്ലാത്ത വലിയൊരു ജനസമൂഹമായിട്ട് നമ്മുടെ ആൾക്കാർ മാറി. നാടെന്നുള്ള ചിന്ത വിട്ടിട്ട് പൈസ, എനിക്ക് പൈസ, ആ രീതിയിലേക്ക്, ഞാനെന്ന ഭാവത്തിലേക്ക് എല്ലാവരും മാറി. രാജ്യ താല്പര്യം വളരെ കുറവാണ്. ചേട്ടാ, ചെരുപ്പ് ഉപയോഗിക്കത്തില്ലയോ? ചെരുപ്പ് ഇപ്പോൾ 8-9 വർഷമായിട്ട് ഉപയോഗിക്കുന്നില്ല. വണ്ടി ഓടിക്കുമ്പം കാലിന് നല്ല വേദനയുണ്ട്. അപ്പോൾ അത് വെച്ച് ചെരുപ്പ് ഇടാതെ നടന്നാൽ ഭേദമാകുമെന്ന് വെച്ചു. പിന്നെ വേറൊരു കാരണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാവരും വിഷമയമായ ആഹാരമാണ് കഴിക്കുന്നത്. ഞാനും വിഷമാണ് കഴിക്കുന്നത്. വയറ് നിറച്ച് വിഷവും ആകുമ്പോൾ പിന്നെ കാല് മാത്രം അത്ര ശുദ്ധമായിട്ട് വലിയ കാര്യമില്ലയെന്ന് ഒരു തോന്നൽ ജനിച്ചു. അതുകൊണ്ട് സ്വയം അങ്ങ് നിർത്തി. ഓരോ ഓട്ടത്തിൻ്റെയും തുടക്കം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നാണ്. അവസാനിക്കുന്നതും അവിടെ തന്നെ. അതിനാൽ തന്നെ ഓട്ടങ്ങളൊന്നും ജനപ്രതിനിധി എന്ന ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടങ്ങളാകുന്നില്ല. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.